ശ്രീ സായിനാഥന് നമസ്കാരം. അധ്യായം 25. സായിബാബ കരുണക്കടൽ, ദൈവാവതാരം, പരബ്രഹ്മം, യോഗേശ്വരൻ എല്ലാമാണ്. ബാബയെ നമ്മുടെ 8 അവയവങ്ങളോടുകൂടി നമസ്കരിച്ചുകൊണ്ട് ഈ അധ്യായം തുടങ്ങാം. സന്യാസിമാരുടെ കിരീടഭരണം എല്ലാം നല്ല കാര്യങ്ങളുടെയും വസ്തുക്കളുടെയും മാലയും നമ്മുടെയും എല്ലാ ഭക്തന്മാരുടെയും ശരണാഗതനുമായ സായിബാബയ്ക്ക് ജയ്. വിജയത്തിൽ ഉത്ഭവവും അവസാനവും കണ്ട ബാബയുടെ മുമ്പിൽ നമുക്ക് നമസ്കരിക്കാം. ജയ് വിജയം. സായിബാബ ദയാലുവായിരുന്നു. നമ്മൾ സായിബാബയ്ക്ക് ചെയ്യേണ്ടത് മുഴുമനസ്സോടുകൂടി ഭക്തിയാണ്. ഒരു ഭക്തന് പൂർണ്ണ വിശ്വാസവും ഭക്തിയും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നു. ഹേമന്ത് പന്തിന്റെ മനസ്സിൽ സായിബാബയുടെ ജീവചരിത്രവും ലീലകളും എഴുതാനുള്ള ആഗ്രഹം വന്നപ്പോൾ അത് ബാബ ഉടനടി സാധിപ്പിച്ചു. ചെറുകുറിപ്പുകള് സൂക്ഷിക്കുവാനുള്ള ആജ്ഞ കൊടുത്തപ്പോൾ ഹേമന്ത് പന്തിന് ചൈതന്യമുണ്ടാവുകയും അറിവ് വർദ്ധിക്കുകയും ജോലി തീർക്കാനുള്ള ധൈര്യവും ഉണ്ടായി. ബാബയുടെ അനുഗ്രഹത്താൽ സച്ചരിതം എഴുതുവാനുള്ള ശക്തി അദ്ദേഹത്തിന് ലഭിച്ചു. ഈ ചരിത്രം നിങ്ങൾക്ക് കിട്ടി. ഇതൊരു ജലാശയം അല്ലെങ്കിൽ സോമകാന്ത വൈര്യമാണ്. ഇതിൽ നിന്ന് സായി ലീല വഴി അമൃതം വായനക്കാരുടെ ഉള്ളിലേക്ക് ഒഴുകുന്നു. എപ്പോഴെല്ലാം ഒരു ഭക്തന് ഹൃദയം നിറഞ്ഞ ഭക്തി സായിബാബയോട് തോന്നിയാൽ അവന് വരുന്ന കഷ്ടതകളെയും ഭയങ്ങളെയും മാറ്റി ബാബ അവന് ഗുണങ്ങൾ നൽകുന്നു. ദാമോദർ സവൾറാം രസന കേസരി ദാമു അണ്ണയുടെ കഥ താഴെ വിവരിക്കുന്നു. 6ാമത്തെ അധ്യായത്തിൽ ഷിർദിയിലെ രാമനവമി ഉത്സവത്തെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് വായനക്കാർ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും. ഏകദേശം 1895 AD രാമനവമി ഉത്സവത്തിൽ അദ്ദേഹം ഷിർദിക്ക് വന്നു. ആ സമയം മുതൽ ആ ഉത്സവത്തിന് അദ്ദേഹം എല്ലാ കൊല്ലവും സുന്ദരമായ ഒരു കൊടി കൊടുക്കുക പതിവായിരുന്നു. സാധുക്കൾക്കും ഫക്കീർമാർക്കും ഉത്സവ സമയത്ത് അദ്ദേഹം അന്നദാനവും നൽകിയിരുന്നു. ദാമു അണ്ണയുടെ ലാഭ ആലോചന പഞ്ഞി വ്യാപാരം. ദാമു അണ്ണയുടെ സ്നേഹിതന്റെ ഒരു കത്തിൽ അവർ രണ്ടാളും ചേർന്ന് പഞ്ഞി വ്യാപാരം ചെയ്താൽ 2 ലക്ഷം രൂപ അവർക്ക് ലാഭം കിട്ടുമെന്ന് എഴുതിയിരുന്നു. ദാമു അണ്ണാവിന്റെ ഒരു കുറിപ്പ് ഏകദേശം 1936 നരസിംഹമൂർത്തിക്കയച്ചതിൽ നിന്ന് ഈ മുംബൈയിൽ നടക്കുന്ന ലാഭക്കച്ചവടം ഒരു ദള്ളാൽ മൂലം ഉണ്ടായതാണെന്നും അവൻ ഇതിൽ പങ്കെടുക്കുകയില്ലെന്നും അണ്ണാവായിരിക്കണം ഇതിലെ ശൂരനെന്നും അറിയിച്ചിട്ടുണ്ട്. ഭക്തന്മാരുടെ അനുഭവങ്ങൾ 2ാം ഭാഗം പേജ് 75. ദല്ലാൽ ഈ കച്ചവടം ലാഭകരമായതാണെന്നും ഒരു ഭയവും സംശയവും വേണ്ടെന്നും മാത്രമല്ല ഈ സന്ദർഭം കളയരുതെന്നും എഴുതിയിരുന്നു. ദാമു അണ്ണ ചഞ്ചലപ്പെട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ഉടനടി കച്ചവടത്തിൽ ഇറങ്ങുന്നതിനെ പറ്റി ചിന്തിക്കാൻ സാധ്യമായിരുന്നില്ല. അദ്ദേഹം നീണ്ട ആലോചനയ്ക്ക് ശേഷം ബാബയുടെ ഭക്തനായിരുന്നതിനാൽ ശ്യാമാവിന് ഒരു കത്തയച്ചു. അതിൽ എല്ലാ വർത്തമാനങ്ങളും എഴുതി ബാബയോടുകൂടി ആലോചിച്ച് സായിയുടെ ഉപദേശം കൈക്കൊള്ളുവാൻ പറഞ്ഞു. അടുത്ത ദിവസം ശ്യാമാവിന് കത്ത് കിട്ടി. ഉച്ചയ്ക്ക് മസ്ജിദിലേക്ക് അതും കൊണ്ട് ചെന്ന് ബാബയുടെ മുമ്പിൽ വെച്ചു. ബാബ ശ്യാമയോട് എന്താണ് വർത്തമാനം, കത്തില് എന്താണുള്ളത് എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി ദാമു അണ്ണാ നഗരിന് ചിലത് കൂടി ആലോചിക്കണമത്രേ. അവൻ എന്താണ് എഴുതിയിട്ടുള്ളത്, എന്താണ് അവന്റെ ഉദ്ദേശം? അവനെ ആകാശത്തെ പിടിക്കണമെന്ന് തോന്നുന്നു. ദൈവം കൊടുത്തിട്ടുള്ളത് തൃപ്തിയായിട്ടില്ല. കത്ത് വായിക്കൂ. അപ്പോൾ ശ്യാമ പറഞ്ഞു, ആ കത്തിൽ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഓ ദേവ, നിങ്ങളിവിടെ ശാന്തമായിരുന്നു കൊണ്ട് ഭക്തന്മാരെ പറഞ്ഞുവിട്ട് അവർ വിശ്രമമില്ലാത്തവരാകുമ്പോൾ ചിലരെ നിങ്ങൾ ഇവിടേക്ക് വിളിക്കുന്നു, പലർക്കും കത്തുകൾ അയക്കുന്നു. കത്തിന്റെ സാരാംശം അറിയുമെങ്കിൽ എന്തിനാണ് എന്നെ കൊണ്ടത് വായിക്കുവാൻ പറഞ്ഞത്? ബാബ പറഞ്ഞു, ശ്യാമ അത് വായിക്കൂ. ഞാൻ പറയുന്നു, എന്നെ ആര് വിശ്വസിക്കുന്നു? അതിൽ പിന്നെ ശ്യാമ കത്ത് വായിച്ചു. ബാബ വളരെ ശ്രദ്ധയോടെ കേട്ടിട്ട് വേദനയോടുകൂടി പറഞ്ഞു, സേത്ത്, ദാമു അണ്ണ പ്രാന്തനാണ്, തിരിച്ചെഴുതൂ. അവന്റെ വീട്ടിൽ യാതൊന്നും ആവശ്യമില്ല. അത്തരക്കഞ്ഞി കിട്ടുന്നതിൽ സന്തുഷ്ടനായിരിക്കട്ടെ. ലക്ഷത്തിനെ കുറിച്ച് ക്ലേശിക്കേണ്ട. ശ്യാമ മറുപടി അയച്ചു. അത് വായിച്ചപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കണമെന്ന വിശ്വാസം തകർന്നു. അവൻ ബാബയോട് ഉപദേശം ചോദിച്ചത് തെറ്റായി പോയെന്ന് വിചാരിച്ചു. ശ്യാമ തന്റെ കത്തിൽ കാണുന്നതിനും കേൾക്കുന്നതിനും വ്യത്യാസമുണ്ടെന്നും അതുകൊണ്ട്
അണ്ണാ ബാബയെ നേരിൽ കാണുന്നത് നന്നായിരിക്കുമെന്ന് എഴുതിയിരുന്നു. അവൻ ബാബയെ നേരിൽ കാണണമെന്ന് തീരുമാനിച്ചു. ഷിർദിക്ക് പോവാൻ തീർച്ചയാക്കി. ഷിർദിയിൽ ചെന്ന് ബാബയെ കണ്ട് നമസ്കരിച്ചു. ബാബയുടെ കാലുകളെ ഒഴിയുവാൻ തുടങ്ങി. അണ്ണാവിന് നേരിട്ട് ബാബയോട് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ആരെങ്കിലും ഈ കച്ചവടത്തിൽ പങ്കെടുക്കുന്നതായാൽ അദ്ദേഹത്തെ ബാബയോട് നിർദ്ദേശിച്ച് സഹായിക്കുകയാണെങ്കിൽ ലാഭത്തിൽ ഒരു ഓഹരി ബാബയ്ക്ക് കൊടുക്കാമെന്ന് മനസ്സിൽ ചിന്തിച്ചു. ഒന്നും ബാബയിൽ നിന്ന് ഒളിച്ചു വെക്കുവാൻ കഴിയില്ല. കഴിഞ്ഞത്, നടന്നത്, നടക്കാൻ പോകുന്നത് എല്ലാം ബാബയ്ക്ക് വ്യക്തമായി അറിയുവാൻ കഴിയും. ഒരു കുട്ടി മധുരപലഹാരം ആവശ്യപ്പെടുന്നു, പക്ഷേ അവന്റെ അമ്മ കൈപ്പുള്ള ഗുളിക കൊടുക്കുന്നു. കുട്ടി തന്റെ ആരോഗ്യം കേടുവരുത്തുന്നു, എന്നാൽ അവന്റെ അമ്മ അതിനെ ഗുണപ്പെടുത്തുന്നു. അതുകൊണ്ട് അമ്മ തന്റെ കുഞ്ഞിന്റെ ദേഹസ്ഥിതി നോക്കുവാൻ വേണ്ടി കൈപ്പുള്ള ഗുളിക കഴിപ്പിക്കുന്നു. ബാബ ദയാലുവായ അമ്മയായതിനാൽ ബാബയ്ക്ക് തന്റെ ഭക്തന്മാരുടെ ഇപ്പോഴത്തെയും ഭൂതകാലത്തെയും അറിയാം. അതുകൊണ്ട് ദാമു അണ്ണയുടെ മനസ്സിലുള്ളത് അറിഞ്ഞ് അവനോട് സംസാരിച്ചു. ബാബ, എനിക്ക് ഈ ലോകത്തിലുള്ള ഒന്നിലും ഇടപെടാൻ ആഗ്രഹമില്ല. ലാഭത്തിൽ പങ്കെടുക്കുക. ബാബയുടെ വിരസത കണ്ടപ്പോൾ ദാമു അണ്ണ ആ കച്ചവടം വേണ്ടെന്ന് വെച്ചു. 2. ധാന്യ വ്യാപാരം. പിന്നെ അദ്ദേഹം അരി, ഗോതമ്പ്, മറ്റു ചില ധാന്യങ്ങളും വ്യാപാരം ചെയ്യുന്ന കാര്യം ആലോചിച്ചു. ബാബ ഈ ആലോചന മനസ്സിലാക്കി അവനോട് പറഞ്ഞു, നീ 5 സേർ 1 രൂപയ്ക്ക് മേടിച്ച് 7 സേറായി വിൽക്കും. അതുകൊണ്ട് ആ വ്യാപാരം വേണ്ടെന്ന് വെച്ചു. ബാബയുടെ ഭാവി നോട്ടം തെറ്റായി തോന്നിയെങ്കിലും 1-2 മാസത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ധാരാളം മഴ പെയ്തത് കാരണം വിലക്കുറവുണ്ടായി. അതിനാൽ ആരെല്ലാം ധാന്യങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നുവോ അവർക്ക് നഷ്ടം വരികയും ചെയ്തു. ദാമു അണ്ണ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു. പഞ്ഞി വ്യാപാരം ഒരു ദല്ലാളുടെ സഹായത്താൽ ചെയ്തവന് വളരെ നഷ്ടമുണ്ടാവുകയും ഇത് കണ്ടപ്പോൾ ദാമു അണ്ണയ്ക്ക് ബാബയോടുള്ള വിശ്വാസം വർദ്ധിക്കുകയും അതിൽ പിന്നെ മരിക്കുന്നതുവരെ അദ്ദേഹം ബാബയുടെ ഭക്തനായിരുന്നു. അക്രമലീല. മാമ്പഴ അത്ഭുതം. ഒരിക്കൽ 300 മാമ്പഴങ്ങൾ അടങ്ങിയ ഒരു പാഴ്സൽ ഷിർദിയിലെത്തി. അത് ഗോവയിൽ നിന്നും റാംലെ എന്ന ഒരു മാന്യൻ മാമൽദാർ ഷാമാവിന്റെ പേരിൽ ബാബയ്ക്ക് അയച്ചതായിരുന്നു. അതിലുള്ള എല്ലാ മാങ്ങയും നല്ലതായിരുന്നു. അതിനാൽ 4 എണ്ണം മാത്രം ബാബ തന്റെ കോളാമ്പി പാത്രത്തിൽ ഇട്ടിട്ട് ബാക്കി മുഴുവൻ ഷാമയെ ഏൽപ്പിച്ചു. ബാബ പറഞ്ഞു, ഈ 4 പഴങ്ങൾ ദാമു അണ്ണയ്ക്ക് ആണ്. അത് അവിടെ ഇരിക്കട്ടെ. ദാമു അണ്ണാവിന് 3 ഭാര്യമാർ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വിവരണ പ്രകാരം അദ്ദേഹത്തിന് 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പല ജ്യോത്സ്യന്മാരെയും കണ്ടു. അദ്ദേഹത്തിന് ഒരുവിധം ജ്യോത്സ്യം അറിയാമായിരുന്നു. ഒരു പാപഗ്രഹം ജാതകത്തിൽ ഉണ്ടായിരുന്നതിനാൽ ഈ ജന്മത്തിൽ ഒരു കുഞ്ഞ് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ബാബയിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. മാങ്ങ പാഴ്സൽ കിട്ടി 2 മണിക്കൂറിന് ശേഷം ബാബയെ കാണാനായി ഷിർദിക്ക് ചെന്നു. അപ്പോൾ ബാബ പറഞ്ഞു, മറ്റുള്ളവർ മാങ്ങയെ നോക്കുമ്പോൾ അവ ദാമുവിൻ്റെതാണ്. ആർക്കത് സ്വന്തമോ അവർ അത് തിന്നിട്ട് മരിക്കണം. ദാമു അണ്ണ ഇത് കേട്ടപ്പോൾ ആദ്യം സ്തംഭിച്ചു പോയി. മാൽസ്പതി, ഒരു ഷിർദി ഭക്തൻ, അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു, മരണം എന്നാൽ അഹങ്കാരത്തിന്റെ മരണമാണ്. അത് ബാബയുടെ കാലടികൾ വെക്കുന്നത് ആശീർവാദമാണ്. ദാമു അണ്ണൻ ആ പഴങ്ങളെ സ്വീകരിച്ചു. ബാബ അവനോട് പറഞ്ഞു, നീ മാത്രം തിന്നേണ്ട, നിന്റെ 2ാമത്തെ ഭാര്യയ്ക്ക് കൊടുക്കുക. അക്രമലീല. 4 മാമ്പഴ അതിശയം. അവർക്ക് 4 ആൺമക്കളെയും 4 പെൺകുട്ടികളെയും കൊടുക്കും. അതേമാതിരി ചെയ്തപ്പോൾ ബാബ പറഞ്ഞത് സംഭവിച്ചു. ജ്യോത്സ്യന്മാരുടെ വാർത്തകൾ ശരിയായില്ല. ബാബയുടെ സംസാരം തന്റെ മഹത്വത്തിനെ പൂർത്തീകരിക്കുന്നു. അദ്ദേഹം ഇരുന്നപ്പോഴും മരിച്ചപ്പോഴും ബാബ പറഞ്ഞു, എന്നെ വിശ്വസിക്കൂ, ഞാൻ മരിച്ചാലും എന്റെ ശവകുടീരത്തിനുള്ളിലുള്ള എലുമ്പുകൾ ആരൊരുത്തൻ തന്നെത്താൻ മനഃപൂർവ്വമായി എന്നിൽ കീഴടങ്ങുന്നുവോ അവരോട് സംസാരിക്കും. ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്ന് ചിന്തിക്കേണ്ട. എന്റെ അസ്ഥികൾ നിങ്ങളുടെ നന്മയെക്കുറിച്ച് സംസാരിക്കും. എപ്പോഴും എന്നെ ഹൃദയപൂർവ്വമായി ഓർമ്മിക്കുക, വിശ്വസിക്കുക. നിങ്ങൾ അതിനാൽ ഗുണാതീതരാവും. പ്രാർത്ഥന. ഹേമന്ത് പന്ത് ഈ അധ്യായത്തെ ഓ സായി സദ്ഗുരു ഭക്തന്മാരുടെ കൽപ്പവൃക്ഷമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുഴുമിപ്പിക്കുന്നു. അങ്ങയുടെ പാദങ്ങളെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഈ സംസാര സാഗരത്തിൽ നിന്നും ജനന മരണങ്ങളിൽ നിന്നും ഞങ്ങളെ വിമോചിപ്പിക്കുക. വസ്തുക്കളിൽ നിന്നുള്ള ആഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങളെ അകത്തോട്ട് വിളിച്ച് ആത്മാവിനെ നേർ കൊണ്ടുവരൂ. ഈ ഇന്ദ്രിയങ്ങൾ പുറത്ത് സഞ്ചരിക്കുന്നതും മനസ്സിനെ നിലയ്ക്ക് നിർത്തുകയും ചെയ്തില്ലെങ്കിൽ
അല്ലെങ്കിൽ ബ്രഹ്മം തന്നെത്താൻ ഉണരൽ അല്ലെങ്കിൽ ആത്മബോധം സാധ്യമല്ല. ഒടുവിൽ മകനോ ഭാര്യയോ ചങ്ങാതിയോ ഉപയോഗപ്രദമാവുന്നതല്ല. നിങ്ങൾ ഒരാൾക്ക് മാത്രമേ ഞങ്ങൾക്ക് ശരണാഗതിയും അനുഗ്രഹവും തരുവാൻ സാധിക്കൂ. ഞങ്ങളുടെ സംസാരം, ചീത്ത വാർത്തകൾ പറയുവാനുള്ള ആഗ്രഹം ഇവയെ ഞങ്ങളിൽ നിന്ന് നശിപ്പിക്കുക. ഞങ്ങളുടെ നാവുകൾക്ക് അങ്ങയുടെ നാമം ഉച്ചരിക്കുവാനുള്ള ആഗ്രഹം ഉണ്ടാകട്ടെ. ചിന്തകൾ, ദേഹം, അഹങ്കാരം ഇവകളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിച്ച് അങ്ങയുടെ നാമമൊഴികെ എല്ലാറ്റിനെയും ഒഴിവാക്കുക. മനസ്സിന്റെ ചഞ്ചലതയെ ഇല്ലാതാക്കി ദൃഢതയും നിർമ്മലതയും ഉണ്ടാക്കുക. അങ്ങ് ഞങ്ങളെ ആലിംഗനം ചെയ്താൽ ഞങ്ങളിലുള്ള അറിവില്ലായ്മയെ നീങ്ങി അങ്ങയുടെ വെളിച്ചത്തിൽ സുഖമായി വസിക്കും. അങ്ങയുടെ ലീലകളാകുന്ന അമൃതത്തെ കുടിപ്പിച്ച് ഉറങ്ങിക്കിടക്കുന്ന ഞങ്ങളെ ഉണർത്തുക. അത് ഞങ്ങൾ ചെയ്ത ജന്മാന്തര പുണ്യങ്ങളുടെയും അങ്ങയുടെ അനുഗ്രഹവും കൊണ്ട് മാത്രമാണ്. പ്രാർത്ഥന. ഹേമന്ത് പന്ത് ഈ അധ്യായത്തെ ഓ സായി സദ്ഗുരു, ഭക്തന്മാരുടെ കൽപ്പവൃക്ഷമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുഴുമിപ്പിക്കുന്നു. അങ്ങയുടെ പാദങ്ങളെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഈ സംസാര സാഗരത്തിൽ നിന്നും ജനന മരണങ്ങളിൽ നിന്നും ഞങ്ങളെ വിമോചിപ്പിക്കുക. വസ്തുക്കളിൽ നിന്നുള്ള ആഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങളെ അകത്തോട്ട് വിളിച്ച് ആത്മാവിനെ നേർ കൊണ്ടുവരിക. ഈ ഇന്ദ്രിയങ്ങൾ പുറത്ത് സഞ്ചരിക്കുന്നതും മനസ്സിനെ നിലയ്ക്ക് നിർത്തുകയും ചെയ്തില്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ ആത്മബോധം സാധ്യമല്ല. ഒടുവിൽ മകനോ ഭാര്യയോ ചങ്ങാതിയോ ഉപയോഗപ്രദമാവുന്നതല്ല. നിങ്ങൾ ഒരാൾക്ക് മാത്രമേ ഞങ്ങൾക്ക് ശരണാഗതിയും അനുഗ്രഹവും തരുവാൻ സാധിക്കൂ. ഞങ്ങളുടെ സംസാരം, വാർത്തകൾ പറയുവാനുള്ള ആഗ്രഹം ഇവയെ ഞങ്ങളിൽ നിന്ന് നശിപ്പിക്കുക. ഞങ്ങളുടെ നാവുകൾക്ക് അങ്ങയുടെ നാമം ഉച്ചരിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകട്ടെ. ചിന്തകൾ, ദേഹം, അഹങ്കാരം ഇവകളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിച്ച് അങ്ങയുടെ നാമമൊഴികെ എല്ലാറ്റിനെയും ഒഴിവാക്കുക. മനസ്സിന്റെ ചഞ്ചലതയെ ഇല്ലാതാക്കി ദൃഢതയും നിർമ്മലതയും ഉണ്ടാക്കുക. അങ്ങ് ഞങ്ങളെ ആലിംഗനം ചെയ്ത ഞങ്ങളിലുള്ള അറിവില്ലായ്മ നീങ്ങി അങ്ങയുടെ വെളിച്ചത്തിൽ സുഖമായി വസിക്കും. അങ്ങയുടെ ലീലകളാകുന്ന അമൃതത്തെ കുടിപ്പിച്ച് ഉറങ്ങിക്കിടക്കുന്ന ഞങ്ങളെ ഉണർത്തുക. അത് ഞങ്ങൾ ചെയ്ത ജന്മാന്തര പുണ്യങ്ങളുടെയും അങ്ങയുടെ അനുഗ്രഹവും കൊണ്ട് മാത്രമാണ്. ഒരിക്കൽ ഞാൻ ബാബയുടെ കാലടികൾ ഇരിക്കുമ്പോൾ 2 ചോദ്യങ്ങൾ എന്റെ മനസ്സിൽ ഉദിച്ചു. അവ രണ്ടിനും ബാബ ഉത്തരം തന്നു. ഒന്ന്, സായിബാബയ്ക്ക് ചുറ്റും ഒരുപാട് ആളുകൾ തിങ്ങി നിന്നിരുന്നു. അവർക്കെല്ലാവർക്കും നന്മകൾ വരുന്നുണ്ടോ? ഇതിന് സായിബാബ മറുപടി പറഞ്ഞു, പൂത്തിരിക്കുന്ന മാവ് നോക്കൂ. എല്ലാ പുഷ്പങ്ങളും പഴമാവുകയാണെങ്കിൽ എന്തൊരു ശ്രേഷ്ഠമായ കൃഷിയായിരിക്കും. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? 3/4 ഭാഗവും താഴെ വീഴുന്നു. ചിലത് പൂവായി തന്നെ അല്ലെങ്കിൽ പഴുക്കാത്ത കായ രൂപത്തിൽ കാറ്റുകൊണ്ടോ മറ്റു കാരണങ്ങളാലോ വീഴുന്നു. ചിലത് മാത്രം തങ്ങി നിൽക്കുന്നു. രണ്ടാമത്തെ ചോദ്യം എന്നെ കുറിച്ചായിരുന്നു. ബാബ മരിച്ചിരുന്നുവെങ്കിൽ എന്തൊരു അവിശ്വാസമായ നിലയിലായിരിക്കും ഞാൻ പിന്നെ എങ്ങനെ ജീവിക്കും? ഇതിന് മറുപടിയായി ബാബ പറഞ്ഞു, നീ എവിടെയാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്നെ ഓർമ്മിച്ചാൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ആ വാഗ്ദാനം 1918 മുമ്പിലും 1918 പിന്നിലും നിലനിർത്തിയിരുന്നു. ഇന്ന് ബാബ എന്റെ കൂടെയുണ്ട്. എനിക്ക് ഇനിയും ഉപദേശങ്ങൾ തരുന്നു. ഇത് ഏകദേശം 1910-11 ആ സമയത്ത് എന്റെ സഹോദരന്മാർ എന്നിൽ നിന്നും അകന്നുപോയി. എന്റെ ഒരു സഹോദരി മരിച്ചു. വീട്ടിൽ ഒരു കളവുണ്ടായി. പോലീസ് അന്വേഷണവും മറ്റുമായി പലരും എന്നെ വളരെയധികം ഉപദ്രവിച്ചിരുന്നു. എന്റെ സഹോദരി മരിച്ചപ്പോൾ എന്റെ മനസ്സിന് അതിയായ ദുഃഖമുണ്ടായി. ഞാൻ ഒന്നും കണക്കാക്കിയില്ല. ആ സ്ഥിതിയിൽ ഞാൻ ബാബയുടെ അടുത്ത് ചെന്നപ്പോൾ ബാബ എന്നെ സമാധാനപ്പെടുത്തി ഉപദേശങ്ങൾ തന്നു. മാത്രമല്ല അപ്പ കുൽക്കർണിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പൂരൻ ബോളി കഴിക്കാൻ തരുകയും ചെയ്തു. എന്റെ വീട്ടിൽ ഒരു കളവ് നടന്നു. 30 വർഷങ്ങളായി പരിചയമുള്ള ഒരു ചങ്ങാതി എന്റെ ഭാര്യയുടെ ആഭരണപ്പെട്ടി മൂക്കുകുത്തി അടക്കം എടുത്തുകൊണ്ടുപോയി. ഞാൻ ബാബയുടെ ചിത്രത്തിന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം ആ തസ്കരൻ എന്റെ സമീപം വന്ന് ആഭരണപ്പെട്ടി തിരിച്ചു തന്നു മാപ്പ ചോദിച്ചു. ആമീൻ. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.